ദൈവത്തിന്റെ സ്വപ്നത്തെയും കുറിച്ച് വ്യക്തമാക്കിയുള്ള അഭിപിതാവിന്റെ വചന സന്ദേശമാണ് നടക്കുന്നത്. വലിയ ഒരു സംഭവത്തിന് സാക്ഷിയാകുകയാണ്. രണ്ട് നവവൈദ്യർക്ക് എണ്ണം കൊടുക്കുന്ന ആ പൃഥ്വിയെ പങ്കുചേരുകയാണ്. ഈ വൈദ്യർക്ക് മറ്റു വൈദ്യത്തിന്റെ പോലെ തന്നെ എന്താണ് വൈദ്യൻ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? നിശ്ചയമായും ക്രിസ്തു അയച്ചിട്ടുള്ള മിഷന്മാരാണ് ഇവിടെ. സ്വർഗത്തിലിരിക്കുന്ന പിതാവ് തന്റെ പുത്രനെ അയച്ചതുപോലെ പുത്രൻ വൈദികരെ അയച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് കർത്താവേ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. വിശുദ്ധ കുരിശിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ നിരന്തരം സ്തുതിയുടെ സ്വരം കേൾപ്പിക്കാൻ ഇവരെ ശക്തരാക്കണമേ. 122-ാം സങ്കീർത്തനോട് ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേയറ്റത്തെ നോക്കിയിരിക്കും. ആക്ഷേപങ്ങളുടെ പരിഹാസവും അഹങ്കാരികളുടെ നീലവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പരിശുദ്ധാത്മാവേ ദൈവം പ്രാർത്ഥനകളാണെന്ന് ഹൃദയസാക്ഷിയായ ഗാനമാണെന്ന് ആലോചിക്കുന്നു. പൗരോഹിത്യ പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ കൃപ ലഭിക്കുന്നത് തിരുവചനം സാക്ഷിക്കുന്നു. വന്നു വിളഞ്ഞു വസിച്ചവരാ
ആശ്വാസന പരിശുദ്ധാത്മാ ആരാധനയിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവിയിൽ ആസക്തിയിടണമേ. സമാധാനം നമ്മോടുകൂടെ. ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുപ്പട്ട നഗര ശുശ്രൂഷയ്ക്ക് 2 കൈവെപ്പ് പ്രാർത്ഥനകളുണ്ട്. അതിലാദ്യത്തേതാണ് ഇപ്പോൾ നടക്കുന്നത്. അഭിമന്യ പിതാവ് പരിശുദ്ധാത്മാവെ ഉന്നതങ്ങളിൽ എഴുന്നള്ളിവന്ന് നിന്റെ ദാസരിൽ നിറയണമെന്ന പ്രാർത്ഥനയെ സൂചിപ്പിച്ചുകൊണ്ട് ഇടതുകരം യാതന രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. വലതുകരം പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ മേൽ കവിഴ്ത്തിപ്പിടിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവിക ദാനങ്ങൾ ഈ ആളുകളുടെ മേൽ സമൃദ്ധമായി വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ നെറ്റി മുതൽ പിറകോട്ടും വലതിൽ നിന്ന് ഇടതോട്ടും ക്രൂശ് സഞ്ചരിക്കുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുത പ്രവർത്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഉയരുന്ന തീക്ഷ്ണമായ പ്രാർത്ഥനകൾ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ശരീരഭാരത്തിനനുസരിച്ച് അങ്ങയുടെ സമയത്ത്
പുരോഹിതനായി തീരുവാൻ ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രഭാകരം ഇയാളുടെ മേൽ നിന്നുവന്ന അങ്ങയുടെ കരുണയായ അനുഗ്രഹത്താൽ പുരോഹിത ശുശ്രൂഷ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണ്ണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീയും ബഹുമാനവും ആരാധനയെപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയുടെ ജനത്തിനു വേണ്ടിയാണ് പുരോഹിതൻ അഭിഷിക്തനാവുന്നത്. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുത പ്രവർത്തിക്കുവാൻ ഈ വിശുദ്ധ നിമിഷങ്ങളിൽ വൈദികാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അർഹതയാകും വിശ്വാസികൾ സമൂഹത്തോട് നടത്തുന്ന അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടണങ്ങളുമായി നിയുക്തനായിരിക്കുന്ന ഫിലിപ്പ് കട്ടലൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും. പട്ടണങ്ങളിൽ ശുശ്രൂഷയിലെ രണ്ടാമത്തെ കൈവെപ്പ് പ്രാർത്ഥനയാണ് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപമോചിക്കുവാനുള്ള അധികാരം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ അവസാനം വൈദികാർത്ഥിയെ റൂസ്മലേക്ക് സമർപ്പിക്കുന്നതോടുകൂടി അപ്പസ്തോലിക പാരമ്പര്യം വഴി മെത്രാന്മാർക്കുള്ള സ്നൈഹിക അധികാരം ഉപയോഗിച്ച് അഭിവൃദ്ധിയില്ലാതെ വിശുദ്ധനായ തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പ് കട്ടകയത്തിൽ സംസ്ഥാനിക്കും ജോൺ രണ്ടാമത്തെ സംസ്ഥാനിക്കും പൗരോഹിത്യ പദവി നൽകുന്നു. മഹനീയവും പരിപാലനവുമായ നിമിഷങ്ങളിൽ മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളിൽ ഇത്ര മഹനീയമായ ഒരു നിശ്ചയം വച്ചുവീട്ടാൻ തിരുമനസ്സായ ഭരണകാരുണികനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, സർവ്വശക്തനായ ദൈവമേ, ആകാശത്തിലെയും ഭൂമിയിലെയും അവയുടെ സകലത്തിലെയും സൃഷ്ടാവേ, അങ്ങ് സഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തിരുവോധനം ശുശ്രൂഷ നിർവഹണത്തിനും സഭാകാലത്തുമായി അതിൽ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിനുള്ള വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും പ്രതിജ്ഞാബലിയും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും മനസ്സാക്ഷിയോടുകൂടി അങ്ങയെ വിശുദ്ധമതും അർപ്പണങ്ങളായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ സ്വീകരണത്തിന്റെ ഭാഗമാകുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ നിഗൂഢമായ ജനത്തിന് വേണ്ടി പാപമോചനമായ മാമോദീസ നടത്തി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന്റെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തനത്തോട് അനുഗ്രഹിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ യാത്ര ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയുടെ ലോകത്തിൽ പ്രസന്നവനായിരിക്കുന്നതിനും അങ്ങയുടെ യാതൊരു അനുഭവം വഴി അങ്ങയുടെ മതത്തിന്റെ വൈവിധ്യമായ സിംഹാസനമുമ്പാകെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പുത്രനും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവദാനം നിയോഗിച്ചിരിക്കുന്നു.
ഇതാണ് യേശുവിനെ ശുശ്രൂഷ. ആദ്യ ശുശ്രൂഷ നാരായണൻ അങ്ങനെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവെ, ഓരോ ശുശ്രൂഷകളെ കഴിവ് വഴി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന ശാരീരിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാരം ഇയാളുടെ ഇറങ്ങി വന്ന് അങ്ങയുടെ കരുണയായി അനുഗ്രഹത്തായി ഇയാളുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷകളെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണ്ണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ ഉപയോഗത്തിന് പരിശുദ്ധാത്മാവും ഈ ബഹുമാനവും ഹൃദയത്തിലെ ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടണപ്പെടുവാൻ നീക്കായിരിക്കുന്ന രണ്ടാമത്തെ ജോൺസാറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇതുവരെ ധരിച്ചിരുന്ന സംസ്ഥാനമാരുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മാറ്റി തലസ്ഥാനത്ത് പുരോഹിത ദിവസങ്ങൾ അഭിവൃദ്ധിയില്ലാതെ ഇവരെ ഇപ്പോൾ അണിയിക്കും. പുരോഹിത വസ്ത്രങ്ങളായ ബുദ്ധിന സത്യജ്ഞാനം വഴി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യനായി തീർന്നതിന്റെ അടയാളമായി അതിന് മുകളിൽ ധരിക്കുന്ന സൂനാറെ നരക്കെട്ട് കർത്താവിന്റെ ശുശ്രൂഷയിലെത്തും പൂർണ്ണ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ ശുദ്ധതയാകുന്ന സുഹൃതം കൊണ്ട് ബന്ധിക്കുന്നതിന്റെ അടയാളമായി നിലകൊള്ളും. കരങ്ങളിൽ അണിയിക്കുന്ന സാന്ത എന്ന കൈയൂറാണ് പുരോഹിതന്റെ കരങ്ങളിലൂടെ പരികർമ്മം ചെയ്യപ്പെടാൻ പോകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ മഹനീയതയെ കുറിക്കും. കഴുത്തിന് ചുറ്റും ധരിക്കുന്ന ഊറാന്റെ പരിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകവും പൗരോഹിത്യ ശുശ്രൂഷയുടെയും അധികാരത്തിന്റെയും ഏറ്റവും സവിശേഷമായ അടയാളവുമാണ്. ഏറ്റവും പിറമെ ധരിക്കുന്ന കാപ്പ നീതിയുടെ വസ്ത്രമെന്നാണ് അറിയപ്പെടുന്നത്. സ്വർഗീയ മഹത്വത്തെയും
ദൈവിക പരിശുദ്ധിയെ നിയോഗിക്കുന്ന കാപ്പ നീതിസൂര്യനായ മിശിഹായുടെ നിത്യ പൗരോഹിത്യത്തിൽ പങ്കുകാരാണ് ഈ പുരോഹിതർ എന്ന് വ്യക്തമാക്കുന്ന അടയാളമാണ്. ഭൂമിയിൽ എന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും ദീക്ഷയോടും വിശുദ്ധിയോടും കൂടി എന്നെ പ്രിയപ്പെടുത്തുവാനുള്ള കർത്താവായിരിക്കും നീതിയുടെ വശം എന്നേക്കുമായി എന്നെ ധരിപ്പിക്കട്ടെ. ആമേൻ. ഭൂമിയിൽ എന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും ദീക്ഷയോടും കൂടി വിശുദ്ധിയോടും കൂടി എന്നെ പ്രിയപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വശം എന്നേക്കുമായി എന്നെ ധരിപ്പിക്കട്ടെ. ആമേൻ. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്ന പൗരോഹിത്യം. പുരോഹിത ശുശ്രൂഷയ്ക്കായി എന്നേക്കുമായി വേർതിരിക്കപ്പെടുന്ന വൈദികരുടെ ജീവിത നിയമം വിശുദ്ധ ഗ്രന്ഥമായിരിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നവവൈദികർക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. ഈ പുരോഹിതർക്ക് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ വായു തുറക്കുമ്പോൾ കർത്താവിന്റെ വചനം ലഭിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ധീരതയോടെ സാക്ഷികളാകുവാനുള്ള കൃപ നൽകണമെന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുവിന്റെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിതമായിരിക്കട്ടെ. ആമേൻ. പരലോകത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി ഉയർത്തിയിരിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിന്റെ സുവിശേഷത്തെ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. ആമേൻ. തിരുസഭയിൽ പൗരോഹിത്യത്തിന്റെ മഹത്വത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ ആനന്ദകാരുണ്യത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനുമായി പാലാമയിൽ രണ്ടുപേർ കൂടി പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മോട് കാട്ടിയ യഥേഷ്ട സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവർക്ക് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവരെ
കർത്താവിനെ സ്തുതിക്കും. ജീവകാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. മിശിഹായുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ തങ്ങളെ പങ്കാളികളാക്കിയ അഭിവന്യ പിതാവിനോടുള്ള തങ്ങളുടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവവൈദികർ ഇപ്പോൾ അഭിവന്യ പിതാവിന്റെ മുൻപിൽ മുട്ടുകൾ കുത്തി അദ്ദേഹത്തിന്റെ കരം ചുംബിച്ച് ശ്ലൈഹിക ആശീർവാദം സ്വീകരിക്കും. ഇതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം. തിരുസഭയിൽ രണ്ട് പുരോഹിതർ കൂടി അഭിഷിക്തരായിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരണം തങ്ങളുടെ കൂടായ്മയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട ജോണച്ചനെയും ഫിലിപ്പച്ചനും സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാനിരതമായ ആശംസകളും അർപ്പിക്കുന്ന ഹൃദയസ്പർശിയായ രംഗത്തിന് നാം സാക്ഷികളാവുകയാണ്. പൗരോഹിത്യ ജീവിതത്തിൽ നൊമ്പരങ്ങളിൽ സാന്ത്വനമാകാം, ഒറ്റപ്പെടുമ്പോൾ സാഹോദര്യത്തിന്റെ കാലം നീട്ടാം. ശക്തി ക്ഷയിച്ചാൽ ബഹുമാനയുടെ വൈദികർ മാത്രം കടന്നു വന്ന് നവവൈദികർക്ക് ആശംസകൾ അർപ്പിക്കുന്നു. You
ആത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്ത്രീമാരുടെയും സുവിശേഷാത്മകരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്വദേവതാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സർവ്വത്തിലെ നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിങ്ങളെ പരിപൂർണ്ണരാക്കട്ടെ. തന്റെ ഭവനത്തെ യാഥാർത്ഥ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹിമയും നിങ്ങളുടെ ഹൃദയങ്ങൾ എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തീരുമാനമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ത്യാഗമനത്തിന് മഹനീയ ദിനത്തിൽ നിങ്ങളെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. യുദ്ധത്തിലേക്കുള്ള ഒരു തിരിച്ചറിയുവാൻ നിങ്ങളെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങളോട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായുടെ പൗരോഹിത്യത്തിൽ ഞങ്ങൾ പങ്കാളികളാക്കുകയും അഭിവന്റെ പിതാവിനോട് തങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കുവാൻ നവവൈദികർ അഭിവന്റെ പിതാവിന് കത്തിച്ച നീതി നൽകുന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങി സ്വയം കത്തിയെരിഞ്ഞ് പ്രകാശം പരത്തുന്ന മെഴുകുതിരികൾ പോലെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി എരിഞ്ഞു തീരാനുള്ള തങ്ങളുടെ സന്നദ്ധത കൂടിയാണ് നവവൈദികർ ഇവിടെ വ്യക്തമാക്കുന്നത്. സുന്ദരസുരഭില നിമിഷം ആത്മാവൊഴുകും സമയം. സുന്ദരസുരഭില നിമിഷം ആത്മാവൊഴുകും സമയം. മരുഭൂവിൽ മന്ന ഒഴിച്ചൊരു ദൈവം സ്വർഗത്തിൽ നിന്നണയും സമയം. വരമായി തെളിയും സമയം. സുന്ദരസുരഭില നിമിഷം ആത്മാവൊഴുകും സമയം. മരുഭൂവിൽ മന്ന ഒഴിച്ചൊരു ദൈവം സ്വർഗത്തിൽ നിന്നണയും സമയം. വരമായി തെളിയും സമയം. രണ്ട് മക്കള് സന്യാസ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ദിവികാരുണ്യ മിഷണറി സഭയിലെയും ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയിലെയും ഓരോ മക്കള് അഭിമന്യ ജോസഫ് നീലങ്കാല പിതാവിന്റെ കൈവെപ്പ് വഴി പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദിവികാരുണ്യ മിഷണറി സഭയും ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയും നന്ദിയോടുകൂടി ഈ നിമിഷത്തെ അനുസ്മരിക്കുകയും ഞങ്ങളുടെ മക്കളെ പൗരോഹിത്യത്തിലേക്ക് തന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഉയർത്തിയതിന് അഭിമന്യ പിതാവിന് ഞങ്ങളോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ സഭയുമായിട്ടുള്ള ബന്ധം ഇതുവഴി ഒന്നുകൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കന്മാരെയും അവരുടെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം സ്നേഹത്തോടുകൂടി ഞങ്ങൾ ഓർക്കുകയും ദിവികാരുണ്യ മിഷണറി സഭയും ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുകയും അവരെ വളർത്തി സഭയ്ക്കായിട്ട് നൽകിയ നിങ്ങളെ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെ അനുമതിക്കുകയും നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ നിമിഷം അറിയിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും
ഇടവക ജനങ്ങളുമാണ് നന്ദി അർപ്പിക്കുക. ഈ തിരുക്രമപ്പെട്ട ശുശ്രൂഷയിൽ വളരെ മനോഹരമായി ഒരുക്കുന്നതിനും ഈ ശുശ്രൂഷ നന്നായി നടത്തുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട വികാരിച്ചിന്റെയും കൊച്ചിന്റെയും അതുപോലെ പ്രവർത്തിക്കുന്ന സമർപ്പിത സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ ഇടവക ജനങ്ങൾ ഒത്തുചേർന്ന് വളരെ മനോഹരമായിട്ട് ഒരുക്കുകയും അതിനകത്തുള്ളതായ കാര്യങ്ങളെല്ലാം ക്രമീകൃതമായിട്ട് ചെയ്യുകയും ചെയ്തു. നന്ദിയോടുകൂടി ഇവിടുത്തെ വികാരിച്ചിനെയും കൊച്ചിനെയും ഇവിടെ സേവനം ചെയ്യുന്ന സന്യസ്തരെയും അതുപോലെ നല്ലവരായ ഇടവക്കാരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അർപ്പിക്കുകയും ചെയ്യും. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശിഷ്ടാരുടെ ഓരോരുത്തരിൽ പങ്കുചേർന്ന് ഇന്നാൾ വിലയിരുത്താൻ നിൽക്കുമ്പോൾ നന്ദിയോടെ സ്മരിക്കേണ്ട ഓർമ്മിക്കപ്പെടേണ്ട ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്നെ ഞാനാക്കി മാറ്റാൻ, എന്റെ കുറവുകളും നിലനിൽക്കുന്നതുകളും അവനിലേക്ക് വരുത്താൻ, എന്റെ ശൂന്യമായ ഹൃദയത്തെ അവന്റെ തിരുവോളം കൊണ്ട് നിറയ്ക്കാൻ, അവിടുത്തെ തിരിച്ചറിവും രക്തവും കൈകളിലെടുക്കുവാൻ, വാഴ്ത്താൻ, വിഭജിക്കാൻ, കൊടുക്കാൻ, എന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ പൊന്നുതമ്പുരാൻ ദൈവമേ, മിശിഹായുടെ കൗതുകത്തിലേക്ക് എന്നെ ഉയർത്തുകയും നല്ല വചന സന്ദേശം നൽകുകയും ചെയ്ത അഭിമന്യ ജോസഫ് നിരങ്കാലുള്ള നന്ദിയും സ്നേഹവും വളരെ വലുതാണ്. അഭിമന്യ പിതാവ് ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സഭയ്ക്കും ദൈവസ്ഥാനത്തുമായി തീരാൻ പിതാവ് പ്രകടിപ്പിച്ച ആ വലിയ മനസ്സ് ഞാൻ പറയുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹവാത്സല്യത്തിന്റെ മുന്നിൽ എന്റെ നന്ദി പ്രകാശനം ഒന്നുമല്ലെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റവും താഴ്മയോടെ അഭിമന്യ പിതാവെ ഒത്തിരി ഒത്തിരി നന്ദി. ദൈവം നിയോഗം ശിരസാവഹിച്ച് ഈ ലോകത്തിൽ എനിക്ക് ജന്മം നൽകി തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും എനിക്കായി വ്യയം ചെയ്ത് ബലിവേദിയിലേക്ക് എന്നെ ആനയിച്ച എനിക്കെന്നും മാതൃകയും പ്രചോദനവുമായിരുന്ന ഡാഡിയെയും മമ്മിയെയും നന്ദിയോടെ ബലിവേദിയായി പ്രാർത്ഥിക്കുന്നു. സഹോദരത്തിന്റെ ഊഷ്മള സാന്നിധ്യമായി എന്റെ വീട്ടുജീവിതത്തിൽ പ്രോത്സാഹനമായിരുന്ന ജോബിക്കും ജിൻസിക്കും, ജോബിനും ജോൺസിക്കും ക്രിസ്റ്റീനയ്ക്കും ഹൃദയം നല്ല നന്ദി. എന്നും സ്നേഹവാത്സല്യങ്ങളും പ്രോത്സാഹനവും നൽകി എന്നെ വളർത്തുന്ന വെല്ലുവിളിയെയും എന്റെ പ്രിയപ്പെട്ട നന്ദിമിത്രാദികളെല്ലാം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ വിലയുവേണ്ടി ഞാൻ അനുസരിക്കുന്നു. ലോകരക്ഷകനായ യേശുവിന്റെ പ്രവർത്തനാകാനുള്ള ദൈവിക സ്വപ്നത്തെ ഈ ഭൂമിയിൽ വിടർത്തിഘോഷിക്കുവാൻ എന്നെ സ്വീകരിച്ച് വളർത്തുന്ന എന്റെ സന്യാസ കുടുംബത്തോടും എല്ലാ എൻസിഎസ് വൈദികരോടും സന്യാസിമാരോടും സ്നേഹം ഞാൻ നന്ദിയോടെ പറയുന്നു. എന്റെ മനസ്സിനായ വായിക്കാട്ടുന്നത് സനാതനായിരിക്കുന്ന ജോസ് പയ്യാമുള്ള എല്ലാ കോമിനിറ്റികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് ഏറെ സ്നേഹവും പ്രോത്സാഹനവും പ്രചോദനവും തന്നാൽ മോയിസ് മാസ്റ്റർ, ബഹുമാനപ്പെട്ട സഭാസം അരക്കലിനോടുള്ള സ്നേഹാദരവുകൾ ഞാൻ പറയുന്നു. എന്റെ രഞ്ജനത്തിലും മിഷൻ സ്പീക്കറുമായ ജോസഫ് കുപ്പിള്ളതിനെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ അംഗമായിരുന്ന ദ്വികാര്യ സഭയുടെ അധികാരികളായിരുന്ന ബഹുമാനപ്പെട്ട ജനറാക്ഷന്മാരെയും പ്രൊഫസർമാരെയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനങ്ങൾ വലിയ ബഹുമാനപ്പെട്ട ജോർജ് ക്രിസ്ത്യാനിനെയും കൗൺസിലേഴ്സിനെയും ഒപ്പം ജീവൻ പ്രൊവിൻസിന്റെ പ്രവർത്തകർ ബഹുമാനപ്പെട്ട അഗസ്റ്റൻ വായക്കാട്ടത്തിനെയും കൗൺസിലേഴ്സിനെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പൗരോഹിത്യത്തോടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലും വേണ്ടത്ര പ്രോത്സാഹനവും പ്രചോദനവും നൽകി പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ശക്തിപ്പെടുത്തിയ പ്രിയപ്പെട്ട വികാരിയച്ഛനെയും വൃക്ഷത്തിനെയും പാലാവിലെയും പറവട്ടിപ്പോയിലെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. അതിന് ബാലപാഠങ്ങൾ പറഞ്ഞെത്തുന്ന എല്ലാ ദുർഭൂതരെയും വിശ്വാസത്തിൽ വേദന വളരാൻ സഹായിച്ച മാതാപിതാക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുക്കർമ്മത്തിനിടയിലുള്ള കമന്ററി പറഞ്ഞ തോമ പുരക്കടൻ അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. തിരുവട്ട കർമ്മത്തിൽ ആത്മാർത്ഥതയോടും താല്പര്യത്തോടും കൂടി നമ്മെ സഹായിച്ച ജോബി അച്ഛനെയും അജിതച്ഛനെയും സഭാസനച്ഛനെയും സ്റ്റീഫൻ കൃഷ്ണനെയും സ്റ്റാൻഡനെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ തിരുപ്പട്ടത്തിന്റെയും പഠനവിദ്യകളുടെയും ഗാനശുശ്രൂഷ അതിമനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗായക സംഘത്തിന് പ്രത്യേകം നന്ദി. ഫോർമേഷൻ കാലത്ത് ഞാൻ അനുബാധ നടത്തിയ എല്ലാ ഇടവകയും പ്രത്യേകിച്ച് വൈദ്യുതി, മണലിലെ കുപ്പായത്തോട്, കോലന്തൽ എന്നീ ഇടവകയിൽ വികാരിച്ചമാരെയും സിസ്റ്റേഴ്സിനെയും ഇടവജനങ്ങളെയും ഇന്നും അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ പിതാവിനും ഞങ്ങൾക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും നോക്കിയായിട്ട് താമസ സൗകര്യം ഒരുക്കി തന്ന കണിപ്പുറത്ത് നവജ്യോതി ആശ്രമത്തിലെ CST ഫാദേഴ്സിനെ പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ബലിവേദിയിൽ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും
എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിന്റെ കരുണ മാത്രമാണ് എന്റെ യോഗ്യത ഏറ്റുപറയുന്നത്. ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ എന്നെ തിരഞ്ഞെടുത്ത് കൈപിടിച്ചുയർത്തി പൗരോഹിത്യത്തിന്റെ അഭിഷേക മുദ്ര ചാർത്തിയ പരമകാരുണികനായ സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ നന്ദിയോടെ ശിരസ്സ് നമിക്കുന്നു. കൈവപ്പ് ശുശ്രൂഷ വഴി മനസ്സിലാക്കിയ അധികാരം ഉപയോഗിച്ച് എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്താൻ ഉപകരണമായ സാഗരൂപതയിലെത്താൻ അഭിമന്യ മാർ ജോസഫ് പിതാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് വിശ്വസിച്ച് രണ്ടാമത്തെ മകനായി എനിക്ക് ജന്മം നൽകി സ്നേഹത്തോടെ വളർത്തി വലുതാക്കി പൗരോഹിത്യ പാതയിൽ കൈപിടിച്ച് ആനയിച്ച് മാതൃകയും പ്രോത്സാഹനം നൽകിയ എന്റെ പ്രിയപ്പെട്ട പപ്പായെയും മമ്മിയെയും ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എനിക്കെന്നും താങ്ങുകൊള്ളമായിരുന്ന ചേട്ടായെയും ക്ഷീണചേച്ചിയെയും സിറിക്കുട്ടനെയും മരിയമോളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ വലിയവർക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ശാന്തിയെയും സഭാംഗങ്ങളെയും പ്രത്യേകമായി ഇന്ന് ഇവിടെ സ്നേഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല മാതൃകകൾ നൽകി ഓർമ്മകൾ അവശേഷിപ്പിച്ച സർവ്വ പ്രാപ്തരായ പ്രിയപ്പെട്ട ചാൾസിനെയും കുഞ്ഞമ്മയെയും ചാൾസിനെയും അമ്മയെയും മറ്റുള്ള ബന്ധുജനങ്ങളെയും ഞാൻ ഇവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്കായി ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സഹനങ്ങളിലും തകർച്ചയിലും ആശ്വാസത്തെയും കൂടെ നൽകുകയും ചെയ്ത ബന്ധുക്കളും മിത്രങ്ങളുമായ എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഒരു പുരോഹിതനാകുന്ന ആഗ്രഹം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയും നീണ്ട 12 വർഷക്കാലം വേണ്ട പരിശീലനവും പ്രോത്സാഹനവും തിരുത്തലുകളും നൽകുകയും ചെയ്ത വിൻസെന്റ് സഭയോടുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്നറിയാം. ഈ സമയം വിൻസെന്റ് സഭയുടെ എല്ലാ ജനറൽ സുപ്പീരിയേഴ്സിനെയും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനെയും അവരുടെ കൗൺസിലേഴ്സിനെയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട വർഗീസ് സുനിശ്ചയത്തിനെയും കൗൺസിലേഴ്സിനെയും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജെയിംസ് കലങ്കരസിനെയും കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. മനസ്സിലായ മുതലിനെ വളർത്തുകയും വേണ്ട പരിശീലനം നൽകുകയും തിരുത്തുകയും ചെയ്ത എല്ലാ അച്ഛന്മാരെയും മറ്റച്ഛന്മാരെയും ആത്മീയ ഗുരുക്കന്മാരെയും പ്രത്യേകിച്ച് എന്റെ ഗുരുവും ദൈവശാസ്ത്ര പഠനകാലത്ത് ഡയറക്ടറുമായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പടിഞ്ഞാറേയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം വിദ്യാഭവനിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും പ്രദേശത്തെയും നന്ദിയോടെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കാലഘട്ടത്തിൽ ഡയറക്ടർമാരായിരുന്ന ബഹുമാനപ്പെട്ട റാഫേൽ വേടാപ്പുരസിനെയും ആന്റണി ക്ലാർക്കസിനെയും മറ്റച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴെ എത്തിച്ചേർന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്ന വെട്ടിക്കുടി ഇസ്മായിൽ ഗ്രാമത്തിലെ ബഹുമാനപ്പെട്ട അച്ഛനും സിസ്റ്റേഴ്സിനും പുരോഹിതരും മറ്റുള്ളവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം മംഗളപരിസരനായ എന്റെ ബഹുമാനപ്പെട്ട എല്ലാ പ്രൊഫസേഴ്സും സഹപാഠികൾക്കും നന്ദി അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമാക്കുവാൻ ദൈവാനുഗ്രഹപ്രദമാക്കുവാൻ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ നൽകി ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയും ജ്യേഷ്ഠ സ്ഥാനത്ത് ഞങ്ങളെ തിരുത്തുകയും സഹായിക്കുകയൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട വികാരി സെബാസ്റ്റ്യൻ കാഞ്ഞിരക്കാട് അച്ഛനെയും അസിസ്റ്റന്റ് വികാരി തോമസ് മാമ്പുറപ്പുരസിനെയും ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ദേവാലയം ഭംഗിയാക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ഈ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കാൻ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകുകയും ചെയ്ത പാലാവയിലെയും പറവട്ടിപ്പുഴയിലെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് എന്റെ ഹൃദയമായ നന്ദി അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്കായി പ്രാർത്ഥിക്കുകയും മാതൃകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത വികാരിമാരെയും സിസ്റ്റേഴ്സിനെയും ഈ ഇടവകയിൽപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും പ്രദേശത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് എന്നോടൊപ്പം ഈ പ്രഥമ സഹകാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട രക്ഷിതരെയും ടോണി കട്ടകരെയും വർഗീസ് സ്നേഹാചാര്യരെയും നന്ദിയോടെ ചെയ്യുന്നു. എനിക്ക് അറിവിന്റെ ബാലപാഠങ്ങൾ പകർന്നു പാലാമര സ്കൂളിലെയും ഒപ്പം സെമിനാരിയിലെയും എല്ലാ ബഹുമാനപ്പെട്ട അധ്യാപകരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും പറഞ്ഞത് ഈ വഴിയിലേക്ക് വഴികാട്ടിയ ബഹുമാനപ്പെട്ട എല്ലാ മതാധ്യാപകരെയും നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന്റെ ദിവസങ്ങളുടെ തിരുനാൾ ദിനങ്ങളിലും തുടർന്ന് ഈ ദിവസങ്ങളിലെല്ലാം വിശ്രമിക്കാതെ ഓടി നടന്ന് എല്ലാ ഭംഗിയാക്കിയ കൈകാര്യന്മാരെയും കമ്മിറ്റിക്കാരെയും പ്രത്യേകിച്ച് 18ാം വിഭാഗത്തിലെ കമ്മിറ്റിക്കാരെയും മറ്റംഗങ്ങളെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹായങ്ങളും നൽകുകയും ഇടവകയെ കുടുംബമായി തീർക്കുകയും ചെയ്യുന്ന നല്ലവരായ എല്ലാ ഇടവകക്കാർക്കും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. പാലാവയിലെ
മാതാപിതാക്കളെയും ഭക്തസംഘടനാ ഭാരവാഹികളെയും മറ്റ് എല്ലാ അംഗങ്ങളെയും ഓർത്ത ദിവസത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ഏറ്റവും മനോഹരമാക്കാൻ സഹായിച്ച അജിത് ദേവികളെയും ജോബിൻ കടലിനാട്ടച്ചനെയും സെബാസ്റ്റ്യൻ കടൽപ്പുറത്തിനെയും ഡോക്ടർ സ്റ്റീഫനെയും സഹായികളെയും മനോഹരമായ കമന്റ് നൽകിയ ടോം ഓലികളോടച്ചനെയും ഡോക്ടർ വിനോദിയെയും ടോണിയെയും മറ്റ് സഹോദരന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. ദേവാലയ ശുശ്രൂഷയ്ക്ക് സഹായിച്ച സജീവനെയും അട്ടാൽമാരെയും പ്രത്യേകം നന്ദിയോടെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ മനോഹരമാക്കാൻ സുനിമധുരമായ ഗാനങ്ങൾ ആരംഭിച്ച ഗായക സംഘത്തിലെ ബഹുമാനപ്പെട്ട സജീവനെയും സിസ്റ്റർ ലിസയെയും വിനോദിയെയും അവരെ സഹായിച്ച മറ്റെല്ലാവരെയും ഏറെ നന്ദിയോടെ അനുസരിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വീഡിയോയും ഫോട്ടോയും എടുത്ത എല്ലാ സഹോദരന്മാരെയും സഹകരിക്കുക സഹോദരന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. അഭിമന്യു ഞങ്ങൾക്കും മറ്റച്ഛന്മാർക്കും താമസ സൗകര്യമൊരുക്കി കാത്തിരുന്ന കലയുടെ ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹിക്കുന്നു. ഞാൻ അജപാല ശുശ്രൂഷകൾക്കായി കടന്നു ചെന്ന ചാലക്കുടിയുടെ ആയപ്പുഴി ചാത്തപ്പ ചിറ്റനാട് ഇടവകളിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സംഘടനാ ഭാരവാഹികളെയും മാതാപിതാക്കളെയും പ്രത്യേകമായി ഇന്ന് ഈ നിലവിലെ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നവരെയും നന്ദിയോടെ ഇവരെയും അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായി നന്ദിയോടെ ദിവസത്തിൽ സ്നേഹിക്കുന്നു. എന്റെ ഈ പ്രഥമ ഏർപ്പെടലിൽ പ്രത്യേകമായി എന്റെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മരണം വഴി വേർപെട്ടു പോയവർക്കും ഉപകാരങ്ങളായി വർദ്ധിച്ച എല്ലാവർക്കും വേണ്ടി ഈ പ്രഥമ നടത്തിക്കുന്നു. പ്രത്യേകമായി നിയോഗത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരുമയുടെ നന്ദിയുടെ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ നമുക്ക് അർപ്പിക്കാനായി ഒരുങ്ങുന്നു. Hallelujah.
Amen.
ചെയ്യുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സത്യമുയർത്തി പാടിടുവിൻ, സർവ്വലോകനാഥ പാടിടുവിൻ. എന്നെന്നും ദേവിയും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന ആരാധ്യനേ, ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. Amen.